കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ ട്രേഡിങ്ങിൻ്റെ ഒരു ബേസിക് ഐഡിയയെക്കുറിച്ചാണ് നമ്മൾ കവർ ചെയ്തതല്ലേ. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ട്രേഡിംഗ് എന്ന് പറയുന്ന മേഖലയിലോട്ട് നിങ്ങൾ കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ട്രേഡിംഗ് എന്ന് പറയുന്ന മേഖലയിലോട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകളായിട്ടുള്ള എല്ലാ ബിഗിനേഴ്സും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട സംഭവമാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്ന സെഗ്മെൻറ്റിൻ്റെ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന ഷെയർസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ യൂറോ USD GBP USD പോലെയുള്ള കറൻസി പെയറുകളായിക്കോട്ടെ, അതല്ല ഇതിൽ ബിറ്റ്കോയിൻ എത്തേറിയം പോലെയുള്ള ക്രിപ്റ്റോ കോയിനുകളായിക്കോട്ടെ, നമ്മൾ ട്രേഡ് ചെയ്യുന്ന സെഗ്മെൻറ്റിൻ്റെ പ്രൈസ് ഏത് ഡയറക്ഷനിലോട്ടാണ് മൂവ് ചെയ്യുക എന്നുള്ളതാണ് ട്രേഡിംഗ് എന്ന് പറയുന്ന മേഖലയിലോട്ട് കടന്നു വരുന്ന മോസ്റ്റ് ഓഫ് ദ ട്രേഡേഴ്സും അറിഞ്ഞിരിക്കേണ്ടത്. അതിനെ കുറച്ചുകൂടി ടെക്നിക്കലി പറയുകയാണെങ്കിൽ, ഒരു സാധനത്തിൻ്റെ വാല്യൂ, നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സാധനത്തിൻ്റെ വാല്യൂ മുകളിലോട്ട് പോകും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ സാധനം നിങ്ങൾ ബൈ ആണ് ചെയ്യേണ്ടത്. എന്നാൽ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഒരു സാധനത്തിൻ്റെ വാല്യൂ താഴോട്ട് പോകും എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ സാധനം സെല്ലാണ് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓൾറെഡി വാങ്ങിയ ഒരു സാധനം വിൽക്കുകയല്ല, സെല്ലെന്ന് പറയുന്ന ഒരു പുതിയ ട്രേഡാണ് നിങ്ങൾ അവിടെ എടുക്കേണ്ടത്. ഇതിനെ ഷോർട്ട് സെല്ലിംഗ് എന്നാണ് പറയാറുള്ളത്. ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, നിങ്ങൾക്കൊരു സാധനത്തിൻ്റെ വാല്യൂ മുകളിലോട്ട് പോകും എന്ന് തോന്നുകയാണെങ്കിൽ ബൈയും, താഴത്തോട്ട് പോകും എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സെല്ലുമാണ് ചെയ്യേണ്ടത്. ഈ കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലോകത്തിലുള്ള മോസ്റ്റ് ഓഫ് ദ ട്രേഡേഴ്സിനെയും പ്രധാനമായിട്ടും രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഫണ്ടമെൻ്റൽ ട്രേഡേഴ്സ് എന്ന് പറയും, രണ്ടാമത്താണ് ടെക്നിക്കൽ ട്രേഡേഴ്സ്. ഫണ്ടമെൻ്റൽ ട്രേഡേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കമ്പനിയുടെ ഉള്ളിൽ ഇറങ്ങിച്ചെന്ന്, അല്ലെങ്കിൽ നമ്മുടെ കറൻസി പെയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ബിറ്റ്കോയിൻ പോലെയുള്ള കോയിനുകളായിക്കോട്ടെ, അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിച്ചെന്ന് ഫണ്ടമെൻ്റലി അതിനെക്കുറിച്ച് പഠിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി മുകളിലോട്ടാണോ താഴോട്ടാണോ എന്ന് ഡിസിഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയാറുള്ളത്. എന്നാൽ ഇതിലെല്ലാം ഓപ്പോസിറ്റ് ആയിട്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് സോഷ്യൽ മീഡിയ നമ്മൾ കുറേ കാലമായിട്ട് കാണുന്ന ഈ രൂപങ്ങളാണിതല്ലേ. യഥാർത്ഥത്തിൽ എന്താണിത്? ഇത്തരത്തിലുള്ള ചാർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനെയാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ചാർട്ടുകൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രധാനമായിട്ടും കുറച്ച് രൂപങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ. ഈ രൂപങ്ങളെ നമ്മൾ കാൻഡിൽസ് എന്നാണ് പറയാറുള്ളത്. അതായത് ജപ്പാനീസ് ട്രേഡർ ആയിട്ടുള്ള മുനീഷ ഓമ എന്ന് പറയുന്ന വ്യക്തി പ്രൈസ് മൂവ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കൺസെപ്റ്റാണ് കാൻഡിലുകൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത് നോക്കുന്ന സമയത്ത് മനസ്സിലാവും, പ്രധാനമായിട്ടും ഇതിൽ രണ്ട് ടൈപ്പ് ഓഫ് കാൻഡിൽസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്നാമതായിട്ട് ഗ്രീൻ കളർ കാൻഡിൽസും രണ്ടാമതായിട്ട് റെഡ് കളർ കാൻഡിൽസും അല്ലേ. യഥാർത്ഥത്തിൽ ഒരു സാധനത്തിൻ്റെ വാല്യൂ മുകളിലോട്ട് പോകുന്നതിനെയാണ് ഈ ഗ്രീൻ കളർ കാൻഡിൽ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇതിനെ നമ്മൾ ബുള്ളിഷ് എന്നാണ് പറയാറുള്ളത്. എന്തുകൊണ്ടാവും മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നതിനെ ബുള്ളിഷുമായിട്ട് അല്ലെങ്കിൽ കാളയുമായിട്ട് ഉമ്മിക്കാനുള്ള കാരണം? അതായത് ആസ് പെർ അനിമൽ സൈക്കോളജി പ്രകാരം കാള തൻ്റെ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ഫോഴ്സ് മുകളിലോട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നതിന് നമ്മൾ ബുള്ളുമായിട്ട് ഉപമിക്കാനുള്ള കാരണം. എന്നാൽ ഇത്തരത്തിലുള്ള റെഡ് കാൻഡിൽസിനെയാണ് നമ്മൾ ബിയറിഷ് കാൻഡിൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് മാർക്കറ്റ് താഴോട്ട് പോകുന്നതിനെയാണ് നമ്മൾ ബിയറിഷ് കാൻഡിൽ കൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടാവും ബിയറുമായിട്ട് ഉപമിക്കാനുള്ള കാരണം? കാളയെ പോലെ തന്നെ കരടിയും തൻ്റെ ഫോഴ്സ് എപ്പോഴും താഴോട്ടാണ് കൊടുക്കാറുള്ളത്. അതുകൊണ്ടാണ് ഒരു സാധനത്തിൻ്റെ വാല്യൂ താഴോട്ട് പോകുന്നതിനെ ബിയറിഷുമായിട്ട് നമ്മൾ ഉപമിക്കാനുള്ള കാരണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു സാധനത്തിൻ്റെ വാല്യൂ മുകളിലോട്ട് പോകുന്നതിനെ ബുള്ളിഷ് എന്നും താഴോട്ട് പോകുന്നതിനെ ബിയറിഷ് എന്നുമാണ് നമ്മൾ പറയാറുള്ളത്. ഇനി യഥാർത്ഥത്തിൽ എന്താണ് ഈ കാൻഡിലുകൾ സൂചിപ്പിക്കുന്നത്? അതായത് നമ്മൾ ഫിക്സ് ചെയ്തുള്ള ടൈം ഫ്രെയിമിലെ പ്രൈസ് മൂവ്മെൻറ്റ് എങ്ങോട്ടാണ് എന്നുള്ളതാണ് ഈ കാൻഡിലുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഉദാഹരണത്തിന് ഈ ചാർട്ട് നോക്കുന്ന സമയത്ത് ഇതൊരു 50 മിനിറ്റ്സ് ചാർട്ടാണ് അല്ലേ. അതായത് ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും പുതിയ ക്യാൻഡിലുകൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കും. ഉദാഹരണത്തിന് 10 മണിക്ക് ഒരു ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നവ 10:15 ഉടനെ തന്നെ 10:15 എന്ത് ചെയ്യുന്നു, ഒരു പുതിയ ക്യാൻഡിൽ രൂപപ്പെടുകയും 10:30 ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ ഓരോ 15 മിനിറ്റും ഇടവിട്ടുകൊണ്ട് പുതിയ ക്യാൻഡിലുകൾ രൂപപ്പെടുന്നു. ഇനി ഇതൊരു 1 ഹവർ ക്യാൻഡിലുകളാണ് എന്നുണ്ടെങ്കിൽ ഓരോ മണിക്കൂറുകൾ ഇടവിട്ടുകൊണ്ടും പുതിയ ക്യാൻഡിലുകൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു 1 ഹവറിലോ 15 മിനിറ്റിലോ അതിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് എങ്ങോട്ടാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ക്യാൻഡിൽ ബുള്ളിഷ് ക്യാൻഡിൽ ആവുന്നതും ബിയറിഷ് ക്യാൻഡിലായി മാറുന്നതും. ഉദാഹരണത്തിന് നമ്മളൊരു 15 മിനിറ്റ് ക്യാൻഡിലാണ് ചൂസ് ചെയ്തത് എന്ന് വിചാരിക്കുക. 10 മണിക്കാണ് നമ്മൾ എന്ത് ചെയ്ത് ട്രേഡ് ചെയ്യാൻ സ്റ്റാർട്ട് നോക്കുന്നത്, വാച്ച് ചെയ്യുന്നത്. ഈ 10 മണിക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന ഷെയറിൻ്റെ വാല്യൂ 1000 രൂപയാണ്. 10 മണിക്ക് ഒരു ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 10:15 ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യും അല്ലേ. 10:15 ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഈ ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന ഷെയറിൻ്റെ വാല്യൂ 1000 മുകളിലോട്ടാണ് പോയിട്ടുള്ളത്. അതായത് ഓപ്പൺ ചെയ്ത പ്രൈസിന് മുകളിലാണ് ആ 15 മിനിറ്റിനുള്ളിൽ അത് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്യാൻഡിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലായി മാറുന്നു. എന്നാൽ അത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് 1000 താഴെയാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് എന്ത് ക്യാൻഡിലായി മാറുന്നു? ബെയറിഷ് ക്യാൻഡിലായി മാറുന്നു. ഇത്തരത്തിലാണ് ഒരു ക്യാൻഡിൽ ബുള്ളിഷ് ക്യാൻഡിലായി മാറുന്നതും ബെയറിഷ് ക്യാൻഡിലായി മാറുന്നതും. ഇതുപോലെ ട്രേഡിങ്ങിനെ കുറിച്ച് ഇനി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട്, പുതിയ സ്ട്രാറ്റജീസ് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പുതിയ വീഡിയോകൾ ഇനി കടന്നു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക.